വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എക്സാം ആണ്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള കംപ്ലീറ്റ് റിയാക്ഷൻസുമായിട്ടാണ് നമ്മൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. നോൺ മെറ്റൽസ് അലോഹങ്ങൾ എന്ന ചാപ്റ്ററിലുള്ള ഒരുപാട് റിയാക്ഷൻസ് മക്കളെ കുഴപ്പിക്കുന്നുണ്ടെന്ന് കമന്റ് ബോക്സിൽ ഞങ്ങൾ കണ്ടു. ഒരുപാട് കുട്ടികൾ നമുക്കത് ഹെൽപ്പ് ചെയ്തുകൂടാ എന്ന് ഞങ്ങൾ ആലോചിച്ചു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ റിയാക്ഷൻസുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒറ്റ വീഡിയോ കണ്ടാൽ മതി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അരച്ച് കലക്കി കുടിക്കാൻ സാധിക്കും. നമ്മൾ എടുത്തു പറയാണ്, മക്കളുടെ റിക്വസ്റ്റ് മൂലം മാത്രമാണ് ഈ ഒരു കോണ്ടന്റ് വീഡിയോ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ചാപ്റ്റർ ചിലപ്പോൾ ടഫായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു റിയാക്ഷൻസ് ഒക്കെ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അവരിലേക്കൊക്കെ എത്തിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. കാരണം നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് കോണ്ടന്റ് വീഡിയോസും ലൈവ് ക്ലാസ്സുകളും ഷോർട്സ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി, നിങ്ങളുടെ എക്സാമിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് എല്ലാം. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് അത് എല്ലാവരിലേക്കും ആ വീഡിയോസ് കറക്റ്റ് ആയിട്ട് എത്തും. അപ്പൊ നമ്മുടെ എക്സാം അടിച്ച് പൊളിച്ച് എഴുതാനുണ്ട്, ഒരു ടെൻഷനും ഇല്ലാതെ കോൺഫിഡന്റ് ആയി കൂളായി എഴുതണമെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിലൂടെ കടന്നു പോകേണ്ടത് നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് എത്തണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ. ഓൾറെഡി പറഞ്ഞു, നോൺ മെറ്റൽസ് എന്ന ചാപ്റ്റർ, അലോഹങ്ങൾ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻസുമായിട്ടാണ് വന്നത്. അപ്പോൾ മാക്സിമം റിയാക്ഷൻസ് മാത്രമായിട്ടോ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്ലൈഡ് നോക്കാം. ഫസ്റ്റ് റിയാക്ഷൻ, ആ ചാപ്റ്ററിൽ വരുന്ന ആദ്യത്തെ റിയാക്ഷൻ ആണ്. ഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ ഏറ്റവും സിമ്പിൾ ആണ്, പക്ഷേ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. എങ്ങനെയാണ് ഹൈഡ്രജൻ പ്രിപ്പയർ. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ബാക്കി എല്ലാ റിയാക്ഷൻസിനെ വെച്ച് നോക്കുമ്പോൾ മക്കൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ്. എപ്പോഴും ചോദിക്കുക എങ്ങനെയാണെന്നോ, ഒരു മെറ്റലും അതേപോലെ തന്നെ HCl കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏതോ ഒരു മെറ്റലും HCl കൂടെ റിയാക്ട് ചെയ്താൽ എന്ത് വാതകം പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, റൈറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ. എന്തുകൊണ്ട് നമുക്ക് എഴുതിക്കൂടാ, മെറ്റലും ആസിഡും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഗ്യാസ് ഏതാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മെറ്റൽ സിങ്ക് ആണ്. സിങ്കും HCl ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ, ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്താൽ രണ്ട് പ്രൊഡക്റ്റുകളാണ് ഉണ്ടാവുന്നത്. നമുക്ക് മെറ്റൽ സോൾട്ടും ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഹൈഡ്രജൻ ഗ്യാസും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹൈഡ്രജൻ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ട ആളാണ് ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്തു. അപ്പോ നമ്മളോട് ചോദിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇതില് ഹൈഡ്രജൻ ഗ്യാസ് ആണോ ഫോം ചെയ്തത് എന്ന് എങ്ങനെ കൺഫേം ചെയ്തത്. കൺഫർമേഷൻ ടെസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്യുക, എങ്ങനെയാ നമുക്കൊരു പോപ്പ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു മാച്ച് സ്റ്റിക്ക് കത്തിച്ച് കൊണ്ട് അതിന്റെ അടുത്ത് കാണിച്ചാൽ ആ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ വായുഭാഗത്തേക്ക് നമ്മൾ കത്തുന്ന എന്തൊരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ ഒരു പോപ്പ് സൗണ്ടോട് കൂടി ബേൺ ചെയ്യും. അതായത് അത് എന്താണ്, ഹൈഡ്രജൻ ഗ്യാസ് തന്നെയാണ്, കൺഫേംഡ് ആണ്, ഒരു സംശയം വേണ്ട. സോ നമ്മൾ പ്രിപ്പറേഷനും പഠിച്ചു, നമ്മൾ കൺഫർമേഷനും പഠിച്ചു. ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെഗ്നീഷ്യം യൂസ് ചെയ്യാം കേട്ടോ. മെഗ്നീഷ്യം HCl ആണെങ്കിൽ മെഗ്നീഷ്യം ക്ലോറൈഡും എന്താണ് ഉണ്ടാവുന്നത്, ഹൈഡ്രജൻ ഗ്യാസും തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അതിന്റെ മുന്നേ നമുക്ക് ഇതൊന്നും പറയാം. അപ്പൊ ഈ സിങ്കും HCl കൂടെ റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്തു, സിങ്ക് ക്ലോറൈഡ് എന്ന ഒരു സോൾട്ട് ഫോം ചെയ്തു. അപ്പൊ ഈ ഒരു റിയാക്ഷനെ നമുക്കൊരു ക്ലാസിഫൈ ചെയ്യാം, ഈ ഒരു റിയാക്ഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെയുണ്ട്, സാഞ്ചസ് മിസ് ഇവിടെ ഉണ്ട് അല്ലെ. ഞാൻ എന്ത് ചെയ്യാണ്, സാഞ്ചസ് മിസ്സിന്റെ സ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് സാഞ്ചസ് മിസ്സിനെ ഞാൻ അങ്ങോട്ട് തള്ളിയിട്ടു. ഇതെന്താണ് നടന്നത്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ് നടന്നത് അല്ലെ. ഞാൻ ഇവിടെ നിൽക്കില്ല ഗൈസ്, കാരണം എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റാൻഡിന്റെ മുകളിലാണ് നിൽക്കുന്നത്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, സ്ഥാനത്ത് നിന്ന് സ്ഥലങ്ങൾ മാറിപ്പോയി. ഇവിടെ നോക്കിയേ, ഇവിടെ സിങ്ക് ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. ആ സിങ്ക് എന്ത് ചെയ്തു, ഈ ഹൈഡ്രജന്റെ സ്ഥാനത്തേക്ക് മൂവ് ചെയ്ത് ഈ ക്ലോറിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ നിന്നു. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ ആദേശ രാസപ്രവർത്തനം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്, സിങ്ക് ക്ലോറൈഡ് കിട്ടിയത്. വേണമെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലേ മിസ്സേ, ഈ ഒരു ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്
കേട്ടോ. നിങ്ങൾ എക്സാമിന് പ്രിപ്പറേഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യണോ വേണ്ടിയോ എന്ന് മിക്ക മക്കളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ബാലൻസ് ചെയ്യണം. പക്ഷെ ഒന്നുമില്ലടാ, ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഒരു 2 തവണ എഴുതി നോക്കിയാൽ മതി, കിട്ടും കേട്ടോ. യെസ്, അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് മെറ്റൽസും ഡൈല്യൂട്ട് ആസിഡ്സും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം മെഗ്നീഷ്യവും അതേപോലെ HClഉം കൂടെ റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്തു. അതേപോലെ സിങ്കും H2SO4 ആണ് റിയാക്ട് ചെയ്തത്. അപ്പൊ എന്ത് സംഭവിച്ചു? സിങ്ക് സൾഫേറ്റും അതേപോലെ ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്തു. ഇങ്ങനെ ഒരുപാട് മെഗ്നീഷ്യം നൈട്രിക് ആസിഡും റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം നൈട്രേറ്റും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ഒരു പോയിന്റ് കൂടി എനിക്ക് എടുത്തു പറയാനുണ്ട്. കാരണം നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് ആസിഡ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സോൾട്ട് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ ക്ലോറൈഡ് ആയിരിക്കും സോൾട്ടിന്റെ പേരിന്റെ അവസാനം. സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സൾഫേറ്റ് സോൾട്ട് ആയിരിക്കും, SO4. കണ്ടില്ലേ? നൈട്രിക് ആസിഡ് ആണെങ്കിൽ നൈട്രേറ്റ് സോൾട്ട് ആയിരിക്കും കേട്ടോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് മെറ്റൽ ആണ് എടുക്കുന്നത് ആ മെറ്റലിന്റെ സോൾട്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏത് മെറ്റലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് ഗ്യാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ്. നേരത്തെ കാണിച്ച എക്സാമ്പിൾ സിങ്ക് തന്നെ എഴുതണമെന്നില്ല, ഹൈഡ്രജൻ മെഗ്നീഷ്യവും എഴുതാൻ പറ്റും. ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ കോപ്പർ എഴുതരുത് കേട്ടോ. കോപ്പർ പ്ലസ് ഡൈല്യൂട്ട് HCl എഴുതരുത്. കോപ്പർ എന്ത് ചെയ്യുന്നില്ല? ഡൈല്യൂട്ട് HCluമായിട്ട് റിയാക്ട് ചെയ്യാത്ത ആളാണ്. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ടാവും ജാഡ പാർട്ടി, എത്രയും മാറി കൊടുക്കാത്ത ടീമുകൾ. അതേപോലത്തെ ഒരാളാണ് കോപ്പർ. കോപ്പർ എന്ത് ചെയ്യുന്നില്ല? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? റിയാക്ഷൻ ഓഫ് ഹൈഡ്രജനിലേക്ക് പോകും. വളരെ സിമ്പിൾ റിയാക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്നതാണ് റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സിമ്പിൾ ആണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് നമുക്ക് എന്താ കിട്ടുക? വാട്ടർ കിട്ടുന്നു. ഹൈഡ്രജനും അതേപോലെ ഓക്സിജനും ഹൈഡ്രജൻ H2 ആണ്, ഓക്സിജൻ O2 ആണ്, ഗിവ്സ് എന്താണ്? വാട്ടർ ആണ്, H2 ആണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാൻഡ്വിച്ച് എഴുതിയ പോലെ തന്നെ ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. 2H2 + O2 gives 2H2. ബാലൻസിങ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് കുഞ്ഞു ക്ലാസ്സിൽ അറിയുന്നതാണ്. ഇനി അടുത്ത പോയിന്റ്, റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ക്ലോറിൻ. ഹൈഡ്രജൻ ക്ലോറിൻ അത് ഞാൻ എഴുതി കൊടുത്തോട്ടെ മിസ്സേ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏതാണ്? H2 ആണ് അല്ലേ? H2 ആണ്. ക്ലോറിൻ എന്ന് പറയുന്നത് ആരാണ്? Cl2 ആണ്. H2ഉം Cl2ഉം കൂടി ചേർന്നാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? HCl അല്ലെ? HCl എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം 2HCl എന്ന് നമ്മൾ എഴുതണം. കാരണം നമ്പർ ഓഫ് ആറ്റംസ് റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഈക്വൽ ആക്കുന്നതിനെയാണ് നമ്മൾ ബാലൻസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ 2 റിയാക്ഷൻസ് പഠിച്ചു. അതിന്റെ മുന്നേ നമ്മൾ പ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കൂടി പറഞ്ഞു കൊടുക്കാം. നമ്മൾ അടുത്ത റിയാക്ഷനിലേക്ക്, ടൈപ്പ് ഓഫ് റിയാക്ഷനിലേക്ക് കടന്നു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ റിയാക്ഷൻ ആയിരുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അടുത്തതാണ് ഇവിടെ സിമ്പിൾ ആയിട്ട് ഹൈഡ്രജനും ക്ലോറിനും കൂടെ HCl ഫോം ചെയ്തു. തൊട്ട് മുന്നേ സിമ്പിൾ ആയി ഹൈഡ്രജനും ഓക്സിജനും കൂടെ H2O ഫോം ചെയ്തു. ഉദാഹരണത്തിന് ഞാനും സാൻഡ്വിച്ചും കൂടി കൂട്ടിച്ചേർന്നിട്ട് നമ്മൾ ഒന്നായിട്ട് മാറി അല്ലെ? നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റീസ് ആണ്, നമ്മളൊരു കോംബോ ആണ്, നമ്മൾ എന്താ പറയാ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറി. അതേപോലെ തന്നെ ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും കൂടിച്ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറി. ഇതിനെയാണ് നമ്മൾ പറയുന്നത്. പേരിൽ തന്നെയുണ്ട് കമ്പൈൻ ചെയ്യുന്നു, രണ്ടുപേര് കമ്പൈൻ ചെയ്യുന്നു, കോമ്പിനേഷൻ, സംയോജന പ്രവർത്തനം. ഇവിടെ കുറെ എക്സാമ്പിൾസ് തന്നിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ നോക്കിക്കേ. അതേപോലെ കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ പ്രൊഡക്റ്റ് അല്ലേ ഉണ്ടാവുന്നത്? റിയാക്ടന്റ് സൈഡിൽ ചിലപ്പോൾ 2 or 2 കൂടുതലോ ഉണ്ടാവാം കേട്ടോ. ഇറ്റ് ഡിപ്പെൻഡ്സ്. നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾസ് റിയാക്ഷൻസിനനുസരിച്ചിരിക്കും. ഇവർ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? നമുക്ക് സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ അഥവാ സംയോജന പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇവരെ എക്സാമിന് എങ്ങനെ ചോദിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് കോമ്പിനേഷൻ റിയാക്ഷൻ ഏതാണ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഏതാന്ന് ചോദിക്കും. ടൈപ്പ് ഓഫ് റിയാക്ഷൻ ചോദിക്കുമ്പോൾ ഇത് കോമ്പിനേഷൻ ആണോ ഡിസ്പ്ലേസ്മെന്റ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. പറയാതിരിക്കാൻ പറ്റില്ല, അത്രക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക ഓക്സിജൻ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പദാർത്ഥങ്ങൾ ആവശ്യമുണ്ട്, ഏതാണ് സബ്സ്റ്റൻസുകൾ ആവശ്യമായിട്ടുള്ളത്, അതായിരിക്കാം ചോദിക്കുക. അല്ലെങ്കിൽ അതാണെങ്കിൽ സിമ്പിളാ. കാരണം അറിയോ, ഒരാൾ മതി. ആൾക്കാരെ പേരൊന്നും പറയണ്ട.
പിന്നെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് റിയാക്ഷൻ റിയാക്ഷൻ എഴുതാനാണ്. Complete ചെയ്യാൻ ആയിട്ട് റിയാക്ഷൻ എഴുതാനാണ്. ചിലപ്പോ സിമ്പിൾ അല്ലേ? ഈ KMNO4 നിന്ന് തന്നെ ഉണ്ടായ ആൾക്കാരല്ലേ ഇവരൊക്കെ തന്നെ. പുതുതായിട്ട് വേറെ ആരുമില്ല, ഇവരിൽ തന്നെയുള്ള ആൾക്കാരാണ്. അയ്യോ, നമുക്ക് വേണ്ടപ്പെട്ട ആൾ ഇവിടെ ഇല്ലല്ലോ മിസ്സേ. ഇല്ല, വേണ്ടപ്പെട്ട ആള് മിസ്സിംഗ് ആണ്. അയാളെ നമ്മൾ ആഡ് ചെയ്യണം. ആരെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഓക്സിജൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതേണ്ടത് ആരെ തന്നെയാടാ? ഓക്സിജൻ എഴുതണ്ടേ? യെസ്, ഓക്സിജൻ എഴുതാം. എനിക്ക് എഴുതാൻ വേണ്ടി ചാൻസ് തന്നിരിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ O2 എന്ന് എഴുതി കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ? ഓക്സിജൻ താഴെ നമ്മൾ ലെറ്റേഴ്സ് ആയിട്ട് എഴുതണമായിരുന്നു അല്ലേ? ഓക്കെ ടി. അപ്പൊ നമ്മൾ നോക്കണേ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഞാനൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുത്തു. ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുക. 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ, 3 മണിക്കൂർ, 5 മണിക്കൂർ, വല്ലതും നടക്കുവോ? ഇല്ല. ഇതാണ് കോംബോ വർക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുക്കുന്നു, ബർണർ വെച്ച് കുറച്ച് ഹീറ്റ് ചെയ്താൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കത്തുള്ളൂ? അവിടെ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കത്തുള്ളൂ, ഡീകമ്പോസിഷൻ സംഭവിക്കത്തുള്ളൂ അല്ലെ? റിയാക്ഷൻ നടക്കുന്നു, ഡീകമ്പോസ് ചെയ്ത് പല ആൾക്കാരായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. മലയാളത്തിൽ എന്ത് പറയാം? വിഘടന റിയാക്ഷൻ, വിഘടന പ്രവർത്തനം എന്ന് നമുക്ക് വിളിക്കാം. യെസ്. അപ്പൊ നോക്കണേ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. 2 KMNO4 ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടാസ്യം മാംഗനേറ്റ് ആയിട്ട് മാറുന്നു. K2MNO4 ഫോർമുല മാറിപ്പോവരുതേ. ഇത് രണ്ടും കാണുമ്പോൾ ഏകദേശം ഒരേപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? K2MNO4 ആണ്, പൊട്ടാസ്യം മാംഗനേറ്റ് ആണ്. അതുപോലെ തന്നെ മാംഗനീസ് ഡയോക്സൈഡ് MnO2 വരുന്നുണ്ട്. ബാലൻസ് ചെയ്യാൻ നമ്മൾ എവിടെ മാത്രമേ എഴുതുന്നുള്ളൂ? KMNO4 മുന്നിൽ നമ്മൾ 2 എഴുതുന്നുണ്ട് കേട്ടോ. യെസ്, ബാക്കിയെല്ലാം ബാലൻസ്ഡ് അല്ലേ മിസ്സേ? യെസ്, ബാക്കിയെല്ലാം ബാലൻസ്ഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഈ ഡീകമ്പോസിഷൻ തന്നെ പല ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നടക്കും അല്ലെ? ഡീകമ്പോസിഷൻ ഹീറ്റ് ചെയ്തിട്ട് നടക്കാം, ലൈറ്റ് കാരണം നടക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് നടക്കാം. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ ഓക്സിജന്റെ പ്രിപ്പറേഷൻ സമയത്ത് എന്തായിരുന്നു കൊടുത്തത്? ഹീറ്റ് ആയിരുന്നു കൊടുത്തത് അല്ലെ? ഹീറ്റിന്റെ പ്രസൻസിലാണ് ഡീകമ്പോസിഷൻ നടന്നിട്ടുള്ളത്. അതേപോലെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം? സോഡിയം ക്ലോറൈഡിനെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടി സോഡിയം ക്ലോറൈഡിനെ നമ്മൾ എന്തെല്ലാമായിട്ട് ഡീകമ്പോസ് ചെയ്തു? സോഡിയം ക്ലോറിനുമായിട്ട് ഡീകമ്പോസ് ചെയ്തു. അടുത്ത എക്സാമ്പിൾ ഏതായിരുന്നു? KClO3 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കിട്ടി? പൊട്ടാസ്യം ക്ലോറൈഡും ഓക്സിജനുമായിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്തു. അതേപോലെ തന്നെയുള്ള ഒരു എക്സാമ്പിൾ ആണ് H2O2. യെസ്, അതിന് നമുക്ക് എന്ത് ചെയ്യാം? H2O-യും O2-യുമായിട്ട് ഡീകമ്പോസ് ചെയ്യാം. അവിടെ കണ്ടാൽ അറിയാം, ഇവിടെ നമുക്ക് ഒരാളേ ഉള്ളൂ അല്ലെ? ആ ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡീകമ്പോസ് ചെയ്യിപ്പിക്കുകയാണ്, പിരിക്കുകയാണ് നമ്മൾ. ചിലപ്പോൾ രണ്ടോ 2-ൽ 3 അല്ലെങ്കിൽ കൂടുതലോ ഉണ്ടാവും. കാരണം നമ്മൾ നേരത്തെ കണ്ടു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് 3 ആളുകളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡീകമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് കണ്ടു? ഡീകമ്പോസിഷൻ, റിയാക്ഷൻ, വിഘടനം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ഓക്സിജന്റെ റിയാക്ഷൻസ് ആണ്. നേരത്തെ നമ്മൾ ഹൈഡ്രജന്റെ റിയാക്ഷൻസ് കണ്ടതുപോലെ തന്നെ ഓക്സിജന്റെ റിയാക്ഷൻസ് കൂടി നമുക്ക് കാണാം കേട്ടോ. സിമ്പിൾ ആണ്. യെസ്, റിയാക്ഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് സൾഫർ. ഓക്സിജനും സൾഫറും കൂടി ചേർന്നിട്ട് എഴുതാൻ മിസ് പറയുന്ന പോലെ തന്നെ സിമ്പിൾ ആണ് ഗായ്സ്, സിമ്പിൾ, പക്ഷെ വളരെ പവർഫുൾ ആണ്. യെസ്, എങ്ങനെയാണ് വരുന്നത്? ഓക്സിജൻ, സൾഫർ, S പ്ലസ് O2 SO2. ആ പേര് തന്നെ S plus O2, SO2. That's all. ഇതിനെ പരിചയപ്പെട്ടു. S plus O2. Yes, ഒരുമിച്ച് വരുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ? യെസ്, S plus O2 കറക്റ്റ് ആണ്. കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു SO2. മിസ് നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങി. ഞാൻ ഈശ്വര എന്താ പഠിച്ചത് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഗൈസ്. ഇനി അടുത്ത റിയാക്ഷൻ എന്താണ്? റിയാക്ഷൻ ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് കാർബൺ. കേൾക്കാറുള്ളതാണ്. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. കാർബൺ മോണോക്സൈഡ് നിങ്ങൾക്ക് പറയാം. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആണ്. ഇവിടെ നമ്മൾ എഴുതുന്നത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. യെസ്, C plus O2 gives CO2. പക്ഷേ ഇതും കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. കാർബണും ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു. സിമ്പിൾ അല്ലേടാ? ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. ഇതിനാണ് നിങ്ങൾ ഇത്രയും പേടിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക. യെസ്, ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. റിയാക്ഷൻ ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. നേരത്തെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചിട്ടതാവാം ഗൈസ്. റിയാക്ഷൻ ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ആക്കിയതാണ്. എങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം? H2
പ്ലസ് നിങ്ങൾ തിരിച്ചിടുന്നില്ല കേട്ടോ, ഇതേപോലെ H2 പ്ലസ് O2 എഴുതിയാൽ മതി. gives to H2O. ഇനിയിപ്പോ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഓക്സിജൻ ആദ്യം എഴുതണം അങ്ങനെയൊന്നും അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ റിയാക്ടൻസും പ്രോഡക്റ്റും കറക്റ്റ് ആയിരിക്കും. അത് ഒരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. ഇതേപോലെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇത് നമ്മൾ കൺസെപ്റ്റ് ആണ് പറയുന്നത് അല്ലെ, ഈ കൺസെപ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലൈവ് ക്ലാസ്സുകൾ കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റും, റെഡി ആക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. 7:30 നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത്. എക്സാമിന്റെ അന്ന് രാവിലെ വരെ അല്ല ഉച്ച വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ നോക്കിക്കേ എങ്ങനെയുണ്ട് നമ്മുടെ കെമിസ്ട്രി പഠിക്കാന്നുള്ളത്. ഈ കൺസെപ്റ്റിന്റെ എല്ലാ അപ്ലൈഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ലൈവിൽ വരാൻ മറക്കരുത്, ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 3 റിയാക്ഷൻസ് നമ്മൾ കണ്ടു, വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. നെക്സ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ. ഓക്സിജനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളാണ് ക്ലോറിൻ. ഡയറക്ട്ലി ക്ലോറിന്റെ പ്രിപ്പറേഷൻ സമയത്ത് ഒന്നെങ്കിൽ ഓക്സിജൻ ചോദിക്കും, അല്ലെങ്കിൽ ക്ലോറിൻ ചോദിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർക്ക് 2 ഓപ്ഷനാണ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കണം അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ ക്ലോറിന്റെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ വലുത് മാത്രമല്ല മിസ്സേ, അത് റിലേറ്റഡ് ആയിട്ട് അവർക്ക് കുറെ ഓപ്ഷൻസ് ചോദിക്കാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേപോലെ തന്നെ ക്ലോറിന്റെ കേസ് വരികയാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിന്റെ കേസ് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ഇക്വേഷനിലേക്ക് പോവാം. നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, KMnO4 HCl. റിയാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്, 4 പ്രൊഡക്റ്റുകളാണ് ഫോം ചെയ്യുന്നത്. MnCl2 ക്ലോറൈഡ് ഫോം ചെയ്യുന്നുണ്ട്, H2O, ക്ലോറിൻ. ക്ലോറിനും നമ്മളുടെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ ബാലൻസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അവസാന നേരത്തെ ബാലൻസ് ചെയ്യാൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ആ സ്കെൽട്ടൽ ഇക്വേഷൻ KMnO4 HCl gives KCl MnCl2 H2O Cl2 എന്ന് പഠിച്ചു വെക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇത്, ക്ലോറിൻ ഗ്യാസിന്റെ പ്രിപ്പറേഷൻ. പിന്നെ ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും കേട്ടോ. ക്ലോറിൻ ഗ്യാസ് ഉണ്ടായതിനു ശേഷം നമ്മൾ വാട്ടറിലൂടെ നമ്മൾ കടത്തി വിടുന്നുണ്ട്, അതുപോലെ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തി വിടുന്നുണ്ട്. സംഭവം റിയാക്ഷൻ നടന്ന് ക്ലോറിൻ ഗ്യാസ് കിട്ടി, പിന്നെ എന്തിനാ മിസ് ഈ വാട്ടറിലൂടെ കടത്തി വിടുന്നത്? വാട്ടറിലൂടെ കടത്തിവിടുന്നതും അതേപോലെ നമ്മൾ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നതൊക്കെ ഇതിലുള്ള കുറച്ച് ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്താണെന്നറിയോ, ഈ വാട്ടറിലൂടെ കടത്തിവിടുന്ന സമയത്ത് നമ്മുടെ ഈ ക്ലോറിൻ ഗ്യാസിന്റെ കൂടെ ചിലപ്പോൾ എന്തുണ്ടാവും, ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ഉണ്ടാവും അല്ലെ, HCl വേപ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വാട്ടറിലൂടെ കടത്തിവിടുന്ന സമയത്ത് പുറത്തേക്ക് വരുമ്പോൾ ആര് മാത്രമേ വരുള്ളൂ, ക്ലോറിൻ മാത്രമേ വരുള്ളൂ. ഈ HCl ഈ വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്തു പോകും. ഈ വാട്ടറിന്റെ അകത്ത് HCl വേപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഈ പുറത്ത് വരുന്ന ക്ലോറിന്റെ കൂടെ HCl ഇല്ല, ഈ പുറത്തു വരുന്ന ക്ലോറിന്റെ കൂടെ HCl ഇല്ല, പകരം ആര് വന്നു, വെള്ളത്തിലൂടെ അല്ലേ കടത്തി വിട്ടത്, മോയ്സ്ചർ നമ്മള് കെമിസ്ട്രിക്കാർ വെറുതെ വിടുവോ, ഇല്ല ഗൈസ്. ഈ അങ്ങോട്ട് കടത്തിവിടും, സൾഫ്യൂരിക് ആസിഡ് ആണ്. ഈ സൾഫ്യൂരിക് ആസിഡ് ഇവിടെ കടത്തിവിടുന്ന സമയത്ത് മിസ് പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് എന്ത് ചെയ്യും, സൾഫ്യൂരിക് ആസിഡ് ആ മോയ്സ്ചറിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും അല്ലെ, മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്നു. പിന്നെ പുറത്ത് വരുന്നത് ആര് മാത്രമേ ഉള്ളൂ, ഒറ്റയാനായ ക്ലോറിൻ ഗ്യാസ് മാത്രമേ ഉള്ളൂ. ഈ 2 പോയിന്റും ഓപ്ഷൻ A, B ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം മിസ്സേ, ഇനി നമുക്ക് ബ്ലീച്ചിങ്, കെമിസ്ട്രി ഓഫ് ബ്ലീച്ചിങ്ങിന്റെ രസതന്ത്രം. നമ്മൾ ബ്ലീച്ചിങ്ങിനെ പറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബ്ലീച്ചിങ് ആക്ഷനിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട്, മക്കളെ ചോദിച്ചതും ഉണ്ടാട്ടോ എന്ന് പറയുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം. നമുക്ക് 7 ചാപ്റ്റേഴ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് തന്നെയാണ്, അത്രയും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഒന്നിനൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഇതേ ചോദിക്കൂ എന്നല്ല പറയുന്നത്, വരാം സാധ്യതയുണ്ട്. നമ്മളൊരു ചാൻസ്, നമുക്ക് A+ അല്ലേ വേണ്ടത്, അപ്പൊ നമ്മൾ ഒരു ചാൻസ് നമ്മൾ വിട്ട് കളയരുതടാ. ഓക്കെ, അപ്പൊ ക്ലോറിൻ മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്ലോറിൻ എന്ന് പറയുന്നത് Cl2 ആണ്. Cl2 മോയ്സ്ചർ എന്ന് പറയുന്നത് ആരാണ്, H2 ആണ്. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കുന്നു, ചെയ്യുന്നത് HCl ഫോം ചെയ്യും. പ്ലസ് ഒരാൾ കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാള്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറഞ്ഞിരിക്കണം, ഹൈപ്പോക്ലോറസ് ആസിഡ്. ആ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
അല്ലെ? പേര് എഴുതി തരാം. ഹൈപ്പോക്ലോറസ് ആസിഡ്. നമ്മൾ സിട്രിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, വിനീഗറിനകത്ത് അസിറ്റിക് ആസിഡ് ആണ്. പിന്നെ ഇതാണ് മാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, അങ്ങനെ പല ആസിഡുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ച് വ്യത്യസ്തമായ പേരാണല്ലേ. ഏതാണ്? ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. HOCl ആണ്. പരീക്ഷയ്ക്ക് ഒരു വട്ടം ചോദിച്ച ചോദ്യമാണ്. ബ്ലീച്ചിങ് എഫക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലീച്ചിങ് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മോയ്സ്ചറിന്റെ പ്രസൻസ് വേണം, അല്ലെങ്കിൽ ഈർപ്പത്തിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇതാണ്, ക്ലോറിൻ മോയ്സ്ചറുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? HCl-ഉം അതുപോലെ തന്നെ ഹൈപ്പോക്ലോറസ് ആസിഡും ഉണ്ടാവുന്നത്. ഈ റിയാക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് HOCl എന്ന് പറയുന്നത്. ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അൺസ്റ്റേബിൾ ആണ്. എന്തൊരു യോജിപ്പ നമ്മൾ രണ്ടാണ് തമ്മില്. അൺസ്റ്റേബിൾ ആണ്, സ്ഥിരത ഇല്ലാത്ത ആളാണ്. ഒരിക്കലും അങ്ങനെ നിൽക്കൂല അല്ലെ? ഇല്ല, സ്ഥിരത ഇല്ലാത്ത ആളായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും. അപ്പൊ ഈ HOCl എന്ത് ചെയ്യും? HOCl വിഘടിച്ചിട്ട്, ഇങ്ങനെ കൂട്ടി എഴുതാൻ പാടില്ല കേട്ടോ മക്കളെ. HOCl വിഘടിച്ചിട്ട് എന്തൊക്കെയായിട്ട് മാറും? രണ്ടാളുകളായിട്ട് മാറും. ആദ്യം ഫോം ചെയ്യാ HCl ആണ്. HCl പിന്നെ നമുക്ക് തിരിച്ചറിയാൻ കിട്ടി. HCl കിട്ടിട്ടോ. HCl-ഉം കിട്ടി. അതുപോലെ തന്നെ കുഞ്ഞു ഓക്സിജൻ ആണ്, ഒറ്റ ഓക്സിജൻ. അതിനാണ് നമ്മള് നേസന്റ് ഓക്സിജൻ എന്ന് പറയുന്നത് കേട്ടോ. അല്ലേ? ആണോ? നവജാത ഓക്സിജൻ ആണോ പറയാ? അതെനിക്കറിയില്ല കേട്ടോ. ഞാൻ നേസന്റ് ഓക്സിജൻ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. വെറുതെ അല്ല ഇങ്ങനെ കുട്ടീനെ കാണിച്ചിരിക്കുന്നത്. നവജാത ഓക്സിജൻ ഉണ്ടാവുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഓക്സിഡൈസ് ചെയ്തിട്ട് നമ്മുടെ ഇതില്ലേ തുണികളാവട്ടെ എന്തൊരു വസ്തുവാട്ടെ അതിനെ ബ്ലീച്ച് ചെയ്തിട്ട് കളർ ഇല്ലാതെയാക്കുന്നത് അല്ലെങ്കിൽ കളർലെസ് ആക്കുന്നത്. ആരുടെ സഹായത്തോടു കൂടിയാണ്? ഈ ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ്. നേസന്റ് ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ്. ഈ നേസന്റ് ഓക്സിജൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആരാവശ്യമുണ്ട്? ഈ പറഞ്ഞ HOCl-ന്റെ ആവശ്യമുണ്ട്. ഈ HOCl ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആരാവശ്യമുണ്ട്? ക്ലോറിൻ മാത്രം കിട്ടിയാൽ പോരാ, വാട്ടർ മോയ്സ്ചറിന്റെ പ്രസൻസും നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. ഈ രണ്ട് ഇക്വേഷൻ മിസ്സിന്റെ സ്റ്റാർ എന്നാ ഭംഗിയാ. ഞാൻ സ്റ്റാർ വരച്ചിട്ട് ഓരോ ഭംഗിയില്ല കാണാൻ. അപ്പൊ നമുക്ക് ഇത് ക്ലിയർ ആണല്ലോ. കെമിസ്ട്രി ഓഫ് ബ്ലീച്ചിങ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലോറൈഡ് സോൾട്ട്. ഓക്കെ, ക്ലോറൈഡുകളുടെ തിരിച്ചറിയുന്ന വിധം എങ്ങനെയാണ്? ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സോൾട്ട് ഉണ്ട്. ഈ സോൾട്ട് വൈറ്റ് കളർ പൗഡർ ആണ്. അത് ക്ലോറൈഡ് സോൾട്ട് ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു സോൾട്ടിനെ സിൽവർ നൈട്രൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോൾട്ട് എടുക്കുന്നു, അതിലേക്ക് കുറച്ച് സിൽവർ നൈട്രേറ്റ് ഒഴിക്കുന്നു. എനിക്ക് എന്തൊക്കെയോ പ്രൊഡക്റ്റുകൾ കിട്ടും അല്ലെ? എനിക്ക് എന്തൊക്കെയോ പ്രൊഡക്റ്റുകൾ കിട്ടും. ഇതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ ഫോം ചെയ്ത പ്രൊഡക്റ്റ് ഒരു വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. അതാരാണെന്ന് അറിയോ? അതാണ് നമ്മുടെ AgCl. ഇയാള് വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ്. വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തൈര് പോലെ ഉണ്ടാവും. അല്ല, ഈ വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ് ഉണ്ടെങ്കിൽ എനിക്കത് ക്ലോറൈഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്കപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റിലേക്ക് കുറച്ച് അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH ആഡ് ചെയ്യുന്നു. NH4OH ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ NH4 സ്ഥലം തികഞ്ഞില്ല. പൂച്ചക്കുട്ടി എങ്ങനെ വീണാലും 4 കാലിലേ വീഴും. അതേപോലെ തന്നെ എങ്ങനെ വീണാലും 4 കാലിലേ വീഴത്തുള്ളൂ. അപ്പൊ ഈ NH4OH ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആയി കഴിഞ്ഞാൽ ഇല്ലാതെ ആവുന്നു, കാണാതെ പോകുന്നു. സൊല്യൂബിൾ ആയി കഴിഞ്ഞ് ക്ലിയർ വാട്ടർ ആവുന്നു. സൊല്യൂബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ഉറപ്പിക്കാം? ക്ലോറൈഡിന്റെ ഒന്നുകൂടെ പറയാം. നമ്മൾ NaCl സോൾട്ട് എടുക്കുന്നു. ആ സോൾട്ട് ക്ലോറൈഡ് ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു. നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് ഒരു വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ് കിട്ടി. ചിലപ്പോ ചോദിക്കും ഈ വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ് ഏതാണെന്ന് ചോദിക്കും. സോഡിയം ക്ലോറൈഡ് ഒക്കെ തരും നിങ്ങൾക്ക് ക്വസ്റ്റ്യനില്. ഈ ഉണ്ടായ വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് സിൽവർ ക്ലോറൈഡ് ആണ്. AgCl സിൽവർ ക്ലോറൈഡ് ആണ്. അതിന്റെ കൂടെ സോഡിയം നൈട്രേറ്റും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഈ വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അത് ക്ലോറൈഡ് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കൺഫർമേഷൻസ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? സോഡിയം അല്ല, അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ആ വൈറ്റ് കേടി പ്രസിപ്പിറ്റേറ്റ് സോളിബിൾ ആവുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. NaCl AgNO3. എനിക്കൊരു സാധനം കിട്ടി. ഒന്ന് നോക്കിക്കേടാ. ജസ്റ്റ് ഞാനൊന്ന് കളർ ഒന്ന് മാറ്റിക്കോട്ടെ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ. എന്താണ് ചെയ്യുന്നത്?
AGയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നു. AG എന്ത് ചെയ്യുന്നു? NAയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നു അല്ലേ? AgCl. ഈ AG ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ തിരിച്ചു നോക്കിയേ, ഈ Cl ഇങ്ങോട്ടേക്ക് പോയി NO3 അങ്ങോട്ട്. അങ്ങനെയും പറയാം നമുക്ക്. അങ്ങനെയും പറയാം അല്ലെ? മാറിയല്ലേ? ശ്രദ്ധിക്കണേ, ഒരാള് മാത്രമല്ല മാറിയത്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് ആണ്. രണ്ടുപേരും ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. നമ്മൾ എന്താ പറയുന്നത്? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതേപോലെ ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ തന്നിട്ടുണ്ടല്ലേ? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അല്ല, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നും പറയും. യെസ് പറയും, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. കാരണം രണ്ടുപേരും ഡിസ്പ്ലേസ് ചെയ്തല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്? ദ്വിവിഘടനം അല്ലെ? വിഘടനം, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നും പറയും കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിക്കേ, H2SO4 plus BaCl2 gives 2HCl plus BaSO4. അതായത് ഒന്നുമില്ല, അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറിയിട്ട് പുതിയ രണ്ട് കോമ്പൗണ്ട്സ് ആയിട്ട് മാറും. ഇതാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് നമ്മൾ പറയുന്നത്. സെറ്റ് ആണല്ലോ? റെഡി ആണല്ലോ അല്ലെ? ഇത്രയും റിയാക്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോ ജസ്റ്റ് ശ്രദ്ധിക്കുക, നമുക്ക് ഒരു റിയാക്ഷൻ കൂടെ ഉണ്ട്. അതായത് എങ്ങനെയാണ് സസ്യങ്ങൾക്ക് നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ നിന്നും കിട്ടുന്നത് എന്ന്. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എങ്ങനെയാണ് മണ്ണിലേക്ക് നൈട്രജൻ എത്തുന്നതെന്ന്. അപ്പൊ ആ രണ്ട് റിയാക്ഷൻ കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അത് നമ്മുടെ നൈട്രജൻ സൈക്കിളുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു ഭാഗമായിട്ട് തന്നിട്ടേ ഉള്ളൂ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതിൽ നിന്നും ചോദിക്കാം അല്ലെ? ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത് എടുത്ത് പറയാൻ കാരണം. ബാക്കി എല്ലാ കെമിക്കൽ റിയാക്ഷൻസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് ആക്കി വെക്കാൻ. നമുക്ക് എന്ത് ചെയ്യണം? ലൈവിൽ കാണണം. ലൈവ് ക്ലാസ് കൂടി കണ്ടാൽ മാത്രമേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. ഈ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ വരിക എന്നുള്ളത് നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഈ ടൈപ്പ് റിയാക്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ലൈവിൽ ജോയിൻ ചെയ്യാം. ഷാർപ്പ് 7:30ക്കാണ് നമ്മുടെ ലൈവ് വരുന്നത്. വൈകുന്നേരം 7:30. ഇന്നും നാളെയും ഒക്കെ നമുക്ക് എന്തുണ്ട്? 7:30ക്ക് ലൈവ് ഉണ്ട്. അതേപോലെ പരീക്ഷേന്റെ അന്ന് രാവിലെ 7:30ക്കും നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ കാണാം. ബൈ.